പ്രഖ്യാപിത തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന പുതിയ ലേബർ കോഡുകൾക്കുമെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 12-ന് 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് അരങ്ങേറുകയാണ്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ച് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീളുന്ന ഈ പ്രക്ഷോഭം കേരളത്തിൽ പൂർണ്ണമായ ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതനുസരിച്ച് സംസ്ഥാനത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ സകല ചലനങ്ങളെയും നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് പണിമുടക്കിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പണിമുടക്ക് ഭാഗികമായോ പ്രതീകാത്മകമായോ നടക്കുമ്പോൾ കേരളത്തിൽ അത് ഹർത്താലിന് സമാനമായ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. ജനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സ്വന്തം വാഹനങ്ങളുമായി നിരത്തിലിറങ്ങരുതെന്ന കടുത്ത അഭ്യർത്ഥനയുമായി നേതാക്കൾ രംഗത്തെത്തിയത് ഈ പണിമുടക്കിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. CITU ഉൾപ്പെടെയുള്ള 10ഓളം വരുന്ന പ്രമുഖ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഈ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. തൊഴിലാളികൾക്ക് പുറമെ കർഷക സംഘടനകൾ, ബാങ്ക് ജീവനക്കാർ, ഇൻഷുറൻസ് മേഖലയിലെ ഉദ്യോഗസ്ഥർ, IT പ്രൊഫഷണലുകൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യക്ഷമമായ പുനഃസ്ഥാപനം, വിവാദമായ വൈദ്യുതി ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങിയ കാതലായ ആവശ്യങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിന് എതിരെയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നടപ്പിലാക്കുന്ന ഈ പോരാട്ടം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറും. സംസ്ഥാനത്തെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നതോടെ വിപണികൾ നിശ്ചലമാകും. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ഓട്ടോ ടാക്സി വാഹനങ്ങളും പണിമുടക്കുന്നതോടെ യാത്രക്കാർ വൻ ദുരിതത്തിലാകുമെന്നതും ഉറപ്പാണ്. എങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും വിശ്വാസപരമായ ചടങ്ങുകളെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നതും ആശ്വാസകരമാണ്. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടില്ലെന്ന് യൂണിയനുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നടക്കുന്ന മാരമൺ കൺവെൻഷനെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും സമരത്തിന്റെ ക്രമീകരണങ്ങൾ. അത്യാവശ്യ സർവീസുകളായ പത്രം, പാൽ വിതരണം, ആശുപത്രികൾ, മെഡിക്കൽ ഷോപ്പുകൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയെ സമരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. കേരളത്തിലെ 500ഓളം കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂരിഭാഗം സർവീസ് സംഘടനകളും സമരത്തിന് പിന്നിൽ അണിനിരക്കുമ്പോൾ NGO സംഘ് പോലുള്ള ചില സംഘടനകൾ രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശ്രദ്ധേയമാണ്. BMS പോലുള്ള സംഘടനകൾ സമരത്തോടെ വിമുഖത കാണിക്കുന്നത് സംഘർഷ സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. തങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്നും ജോലിക്ക് ഹാജരാകുമെന്നുമാണ് BMS നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷിപ്പ്യാർഡ്, പോർട്ട് തുടങ്ങിയ സുപ്രധാന തൊഴിലിടങ്ങളിൽ മാനേജ്മെന്റുകൾ സുരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ തങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. പണിമുടക്കുന്നവർക്ക് സമരം ചെയ്യാൻ അവകാശമുള്ളതുപോലെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തടയാൻ സമരക്കാർക്ക് അവകാശമില്ലെന്ന നിലപാടിലാണ് അവർ. എന്നാൽ ആരെയും ബലം പ്രയോഗിച്ച് തടയില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ നിർത്തിയിറക്കാതെ സഹകരിക്കണമെന്ന നിർദ്ദേശം ഫലത്തിൽ ഒരു ബന്ദിന്റെ പ്രതീതിയിലാണ് സൃഷ്ടിക്കുന്നത്. ഇത് ജോലിക്ക് പോകാൻ തയ്യാറുള്ളവരും സമരക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായേക്കാം. കേരളത്തിലെ പെട്രോൾ പമ്പുകൾ കൂടി പണിമുടക്കിൽ പങ്കുചേരുന്നതോടെ സ്വകാര്യ വാഹനങ്ങൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഈ പ്രക്ഷോഭം വലിയ സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കും. രാജ്യത്താകെ 30 കോടിയോളം തൊഴിലാളികൾ പങ്കുചേരുന്ന ഈ പണിമുടക്ക് ദേശീയ തലത്തിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയായിട്ടാണ് ട്രേഡ് യൂണിയനുകൾ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ഇത്രയധികം ആവേശത്തോടെ സമരം ആഘോഷിക്കപ്പെടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ ആയിരിക്കുമെന്നതാണ് വസ്തുത. ഇത് കേരളത്തിലെ സമര സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും വഴിമരുന്നിടും. തൊഴിൽ നിയമങ്ങളിലെ മാറ്റങ്ങൾ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കണമെന്നും സാധാരണ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 12 ഒരു അടച്ചിടൽ ദിനമായിരിക്കും. സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടും. പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ നടത്തുന്ന റാലികൾ ട്രാഫിക് തടസ്സങ്ങൾക്കും ഇടയാക്കും. തൊഴിൽ രംഗത്തെ ആധുനികവൽക്കരണവും കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നിലപാടുകളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നത് തീർച്ചയാണ്. കാർഷിക ബില്ലുകൾക്കെതിരെ നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിന് സമാനമായ രീതിയിൽ തൊഴിലാളികളുടെ ഈ ഒത്തുചേരലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് സമരസമിതി വിശ്വസിക്കുന്നു. എന്നാൽ
ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരം പണിമുടക്കുകൾ എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഏതായാലും പണിമുടക്ക് ദിനത്തിലെ സംഭവവികാസങ്ങൾ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ബാധിക്കാത്ത രീതിയിൽ നീണ്ടുപോകാൻ പോലീസ് സന്നാഹങ്ങളും സജ്ജമാണ്.